ഹായ് മക്കളെ, അപ്പോൾ നമ്മുടെ ഓണം എക്സാം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാത്സ് എക്സാമായി. അപ്പോൾ മാത്സ് എക്സാമിന് നിങ്ങൾ പഠിച്ചു തുടങ്ങിയപ്പോൾ ഇവിടെ കുറച്ച് കുട്ടികൾക്കാണെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച അത്ര പോർഷൻ കവർ ചെയ്യാൻ നടന്നിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിചാരിച്ച പോലെ എല്ലാ ചാപ്റ്ററുകളും നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ നിർബന്ധമായും എല്ലാ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ട കുറച്ച് കോൺസെപ്റ്റുകളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിട്ടുകൂടാൻ പറ്റാത്ത കുറച്ച് ക്വസ്റ്റ്യനുകളുണ്ട്. ആ ക്വസ്റ്റ്യനുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു റിവിഷൻ പോലെ നോക്കാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന ഒരു കോർ കൺസെപ്റ്റ്, അതായത് ഓരോ ചാപ്റ്ററുകളിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്നും ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കേട്ടല്ലോ, ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇത് തന്നെ വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ മോഡലിൽ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും, അത് നമുക്ക് പറയാം. ഈ മോഡലിൽ ഉറപ്പായിട്ടും ചോദ്യങ്ങൾ ഉണ്ടാവും, അത് 100% ഉറപ്പാണ്. കാര്യം എല്ലാ കൺസെപ്റ്റിലുള്ള ചോദ്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ആകെ 5 ചാപ്റ്ററേ പഠിക്കാനുള്ളൂ. അപ്പോൾ ഈ 5 ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് നിന്നും 1-2 ടോപ്പിക്കുകൾ പഠിച്ചാൽ പോലും അത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ തുടങ്ങുവാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കിയേ. ഷോ ദാറ്റ് ആർ ഇൻ ദ സെറ്റ് 1, 2, 3 ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. 1, 2, 3 എന്ന് പറയുന്ന സെറ്റിലാണ്. ആ റിലേഷനും തന്നിട്ടുണ്ട്. ഈസ് റിഫ്ലക്സീവ് ബട്ട് സിമെട്രിക് നോർ ട്രാൻസിറ്റീവ്. അതായത് ഇവിടുത്തെ ഇനിയിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ആൻസറുകളും തന്നിട്ടുണ്ട്. ആ ആൻസറുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ രീതി പറയും. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. സംശയമുള്ളവർ ഓരോ ചാപ്റ്ററിൻ്റെയും നിങ്ങൾ യൂട്യൂബ് ലൈവുകളോ നമ്മുടെ ചാപ്റ്ററിൻ എക്സ് മിനിറ്റ്സ് ആ രീതിയിലുള്ള വീഡിയോസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്ന മോഡലിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേട്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ എന്നും പറഞ്ഞ ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ആ സെറ്റിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള റിലേഷൻ ഇത് റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നുള്ള ചോദ്യം. അപ്പോൾ റിഫ്ലക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്തു, സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്, ട്രാൻസിറ്റീവ് ആണോ ചെക്ക് ചെയ്യുന്നത്. അടുത്ത മോഡൽ തന്നെ ഇതേ തന്നെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ ഇവിടെ തന്നിട്ടുള്ളത് സെറ്റ് ബിൽഡർ ഫോമിലാണ്. ആർ ഈക്വൽ ടു എക്സ് വൈ സച്ച് ദാറ്റ് 3x - y = 0 സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു സംശയം വന്നിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഈ ആൻസർ കീ എവിടെ നിന്ന് കിട്ടും എന്നുള്ളത്, അല്ലെങ്കിൽ ഈ എഴുതിയിരിക്കുന്ന നോട്ട് എവിടെ നിന്ന് കിട്ടും എന്നുള്ള സംശയമല്ലേ? അത് തരാം. നിങ്ങളിതൊന്ന് കാണുക, ഈ ക്വസ്റ്റ്യനുകളെല്ലാം ഒന്ന് നോക്ക്. എന്നിട്ട് ഇതിൻ്റെ ആൻസർ കീ അല്ലെങ്കിൽ ഈ എഴുതി വെച്ചിരിക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് തരാനുള്ള മാർഗ്ഗമുണ്ട്. കേട്ടല്ലോ, നിങ്ങൾ ആ ടെൻഷനൊക്കെ ഇവിടെ നിങ്ങൾ ഇതൊന്ന് കാണാതെ. ഓക്കെ അല്ലേ? അപ്പോൾ രണ്ടാമത്തെ 2 ടൈപ്പും റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണെന്ന് ചെക്ക് ചെയ്യാൻ ആദ്യം നിങ്ങൾക്ക് റോസ്റ്റർ ഫോമിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, രണ്ടാമത് സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുള്ളതാണ്. നോക്കിയേ. എക്സാമിൻ വെദർ ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 + 4x ഇത് 1, 1 ആണോ ഓൺ 2 ആണോ എന്നുള്ള ചോദ്യം. ഓക്കെ അല്ലേ? 1, 1 ആണോ ഓൺ 2 ആണോ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അത് 1, 1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന രീതി എന്താണ്? എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എടുത്തു. എന്നിട്ട് 1, 1 ആണോ എന്ന് ചെക്ക് ചെയ്തു. പിന്നെ ഓൺ 2 ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന രീതി. ഓക്കെ അല്ലേ? രണ്ടും ഇവിടെ ഉണ്ട്. അപ്പോൾ 1, 1 ആണോ ഓൺ 2 ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു മോഡലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ചെക്ക് ചെയ്യാനുള്ള ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. എങ്ങനെയായിരുന്നു പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ചെക്ക് ചെയ്യേണ്ടത്? അകത്ത് നെഗറ്റീവ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സൈനിന് ഏത് വാല്യൂവിനാണ് 1/2 കിട്ടുന്നത് നോക്കുക. സൈനിന് 1/2 കിട്ടുന്നത് 30ക്കാണ്. അപ്പോൾ ആൻസർ π/6 ആണ്. അത്രേ ഉള്ളൂ. ഈ മോഡലിൽ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ഇവിടുന്ന് തന്നെ, അതായത് ഈ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. അതായത് നോക്കി, ഇവിടെ 3 sin inverse x ഈക്വൽ ടു sin inverse 3x - 4x³ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിട്ടുള്ളത്. എക്സിന് പകരം നമ്മൾ സൈൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. എക്സിന് പകരം സൈൻ തീറ്റ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന ഒരു ചോദ്യം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഇതിന് പകരം വേറെ മോഡൽ ചോദ്യങ്ങളും ചോദിക്കാം. അതായത് സബ്സ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ഒരു ചോദ്യം പ്രതീക്ഷിക്കാം നമുക്ക്. ഓക്കെ അല്ലേ? അടുത്തത് നോക്കിയേ. ഒരു വാല്യൂ അല്ലെങ്കിൽ സിംപ്ലിഫിക്കേഷൻ ചെയ്യാനുള്ള ഒരു ചോദ്യമാണ്. സൈൻ ഇൻവേഴ്സ് സൈൻ എന്നും പറഞ്ഞ് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുന്ന ഒരു മെത്തേഡാണ്. അവിടെ ഇതിനെ നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലേക്ക് കൊണ്ടുവന്ന് എഴുതി വരുന്ന മെത്തേഡ്. നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്ത് സൈനൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡാണ്. നിർബന്ധമായും നോക്കേണ്ട ഒരു മെത്തേഡാണ്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ 6 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും അതിൻ്റെ 6 മാർക്കിന് കാണുന്നൊരു ക്വസ്റ്റ്യൻ. നിങ്ങളെല്ലാവരും പഠിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു നമ്മുടെ മെട്രിക്സ് മെത്തേഡിൽ സോൾവ് ചെയ്യേണ്ട 3 ഇക്വേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. 3 ഇക്വേഷൻസും
നമുക്ക് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാ? എ എടുത്തെഴുതണം, എക്സ് എടുത്തെഴുതണം, ബി എടുത്തെഴുതണം. പിന്നെ എന്ത് കണ്ടുപിടിക്കണം? ഡിറ്റർമിനന്റ് എ കണ്ടുപിടിക്കണം, അഡ്ജോയിന്റ് എ കണ്ടുപിടിക്കണം. അഡ്ജോയിന്റ് എ ബൈ ഡിറ്റർമിനന്റ് എ ചെയ്യുമ്പോൾ നമുക്ക് എ ഇൻവേഴ്സ് കിട്ടും. ഈ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സും ബിയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇത്രേ ഉള്ളൂ മെത്തേഡ്, കേട്ടല്ലോ. അപ്പോൾ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ആൻസർ കീ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ജോയിൻ ചെയ്താൽ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ചെല്ലും. ആ കമ്മ്യൂണിറ്റിയിൽ സാധനം കിടപ്പുണ്ട്. ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അടുത്തത് ഇത് പ്രൂവ് ചെയ്യാനാണ്. എ എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ട് നോക്കി, എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7a ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്യാൻ, അതായത് ഇത് ശരിയാണോ എന്ന് നോക്കാൻ. അപ്പോൾ എ സ്ക്വയർ കണ്ടുപിടിക്കണം, 5a കണ്ടുപിടിക്കണം, 7a കണ്ടുപിടിക്കണം. ഇതാ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്ത് സെയിം ആണെന്ന് കാണിക്കണം. സിമ്പിൾ പരിപാടി. ഓക്കെ അല്ലേ? അടുത്തത് നോക്കിയേ, ഇതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെറുതെ എടുത്ത് വെച്ചാൽ തന്നെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം. ഒരു മെട്രിക്സ് തന്നു, അത് സം ഓഫ് സിമെട്രിക് പ്ലസ് സ്ക്യൂ സിമെട്രിക് എന്ന് പറഞ്ഞ് കാണിക്കുക. അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ട്, അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക, അത് രണ്ടും കൂടി കൂട്ടുക, അത് രണ്ടും കൂടി കുറയ്ക്കുക, അതിൻ്റെ പകുതി എടുക്കുക, ഇതിൻ്റെയും പകുതി എടുക്കുക, അത് രണ്ടും കൂടി പ്ലസ് ഇട്ട് എഴുതിയാൽ ആൻസറായി. ഓക്കെ അല്ലേ? അതാണ് അതിൻ്റെ സ്റ്റെപ്പ്. നോക്ക്, അടുത്തത് ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ചോദ്യം ഉണ്ടാവും. കൺസ്ട്രക്ട് ചെയ്യാൻ അതിൻ്റെ ഓർഡർ വേണം. പിന്നെ ആ കൺസ്ട്രക്ട് ചെയ്യാൻ അവരൊരു കണക്ഷൻ തന്നിട്ടുണ്ടാവും, AIJ ഈക്വൽ ടു 2i പ്ലസ് 3j. എന്നിട്ട് ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലേ? ഇതാണ് മെട്രിക്സിൽ നിന്നും ഡിറ്റർമിനൻസിൽ നിന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതും കൂടി നോക്കേണ്ടതാണ്. അതായത് എന്താണ്? ഒരു മെട്രിക്സ് മെത്തേഡിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കേണ്ട മെത്തേഡ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? ഇത് കിടക്കുന്നു. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു നമ്മൾ ആ കോർഡിനേറ്റ്സ് അതുപോലെ തന്നെ എഴുതണം. അവസാനം 1 1 1 ഇട്ട് കൊടുക്കുക. ആ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാൽ ആൻസറായി. സിമ്പിൾ മെത്തേഡ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ മറന്നു പോകരുത്. അടുത്തത് നോക്കിയേ, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിലേക്ക് കയറി. ഇത് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു. കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ. കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താ? ഇത് രണ്ടുപേരും കൂടി ഇക്വേറ്റ് ചെയ്യണം. എക്സിന് പകരം ഇവിടെ തന്നിട്ടുള്ള നമ്പർ ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കെയുടെ വാല്യൂ കിട്ടും. അടുത്തത് നോക്കിയേ, ഞാൻ എല്ലാ ടൈപ്പും ഇതിൻ്റെ അകത്ത് നമുക്ക് ആകെ പഠിക്കാറുള്ളത് 6 ടൈപ്പ് എന്തോ ആണ്. ആ ടൈപ്പിലുള്ള എല്ലാ ചോദ്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് കോമ്പോസിഷൻ ഫംഗ്ഷൻ, e⁻sin x എന്ന് പറയുന്ന മെത്തേഡ്. അതായത് 2 ഫംഗ്ഷനുകൾ ഉള്ളിൽ കിടക്കുന്ന സാധനം. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്ന മെത്തേഡ്. പിന്നെ y ഈക്വൽ ടു x എന്ന് പറഞ്ഞാൽ എന്താ? ലോഗ് അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ഒരു ഫംഗ്ഷന്റെ പവർ ആയിട്ട് വേറൊരു ഫംഗ്ഷൻ വന്നാൽ അത്. പിന്നെ പാരാമെട്രിക് ഫംഗ്ഷൻ. ഇത് ഉറപ്പായിട്ടും ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും പാരാമെട്രിക് ഫംഗ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിർബന്ധമായിട്ടും പഠിക്കുക. ടിയിൽ തരുന്നൊരു ഫംഗ്ഷൻ. അപ്പോൾ എന്ത് ചെയ്യുക? അതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് ഡെറിവേറ്റീവ് എടുത്തിട്ട് dy/dt-യും dx/dt-യും കണ്ടുപിടിക്കുക. തമ്മിൽ ഡിവൈഡ് ചെയ്താൽ dy/dx ആയി. ഓക്കെ അല്ലേ? അവസാനം പിന്നെ എന്താ? y വരുന്നത് എന്തായിരുന്നു? ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. വൈയുടെ ഡെറിവേറ്റീവ് എപ്പോഴൊക്കെ എടുക്കുന്നോ അപ്പോൾ dy/dx മൾട്ടിപ്ലൈ ചെയ്യണം. അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ നോക്കിയേ, ഇത് ചെയ്യുക. നോക്ക്, dy/dx കണ്ടുപിടിക്കുന്ന രീതി. അതായത് വൈയുടെ ഡെറിവേറ്റീവ് എപ്പോഴൊക്കെ എടുക്കുന്നോ അപ്പോൾ dy/dx ഇൻറ്റു ചെയ്തോളാം. എന്നിട്ട് dy/dx ഒക്കെ ഒരേ സ്ഥലത്തേക്ക് കൊണ്ടുപോയി കോമൺ എടുത്ത് dy/dx മാത്രം കണ്ടുപിടിക്കുക. അടുത്ത നോക്കി, സൈൻ ഇൻവേഴ്സ് 2x/1 + x². നമ്മൾ നേരത്തെ പഠിച്ച ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഉപയോഗിച്ച് ചെയ്യേണ്ട മെത്തേഡ്. ആ എക്സിന് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ 2 tan θ/1 + tan² θ sin 2θ എന്ന് കിട്ടും. അത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസറായി. ലാസ്റ്റ് ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കി, ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കുറേ നമ്പർ ഓഫ് ടൈംസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് x. ഇത് പ്രൂവ് ചെയ്യാം. അപ്പോൾ y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് x ഒരു തവണ ഡെറിവേറ്റീവ് എടുക്കുക. ഈ √1 - x² അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് പ്രൊഡക്റ്റ് റൂൾ വെച്ച് ചെയ്യണം. ഓക്കെ അല്ലേ? എന്നിട്ട് ഈ മെത്തേഡിൽ ചെയ്തു പോയാൽ സിമ്പിളായിട്ട് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഏകദേശം 15ഓളം ചോദ്യങ്ങളുണ്ട്. 15ഓളം ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ചില ചോദ്യങ്ങൾക്ക് ഇങ്ങനെ പാർട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 20ന്റെ പറ്റിയുള്ള ചോദ്യങ്ങളുണ്ട്. അത് ഉറപ്പായിട്ട് ചോദിക്കുമെന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ അതിൻ്റെ കോർ കൺസെപ്റ്റ്, എല്ലാ കൺസെപ്റ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ നിർബന്ധമായും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉത്തരം ശരിയാണോ നോക്കാൻ നിങ്ങൾ താഴെ കൊടുത്തിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ആ ഉത്തരങ്ങളെല്ലാം ശരിയാണോ എന്ന് ചെക്ക് ചെയ്തേക്കുക. സിമ്പിൾ പരിപാടി.